അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് ഭംഗിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ. കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷ ലഭിച്ച പതിനായിരങ്ങൾക്ക് ഈ വർഷം അവസരം ലഭിച്ചിട്ടില്ല. 4 വർഷം തുടർച്ചയായി അപേക്ഷിച്ചവർക്ക് പോലും ഈ വർഷം പരിഗണന ലഭിച്ചില്ല. വളരെ നേരത്തെ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകളിൽ പോവാൻ പാസ്പോർട്ടും സംഖ്യയും കൊടുത്ത നൂറുകണക്കിന് ഹാജിമാർക്ക് ഹജ്ജ് യാത്രക്ക് അവസാന ദിവസത്തിൽ യാത്ര ശരിയാവാതെ വന്നു. 25/8/18 ഒരു ദിനപത്രത്തിൽ വാരാന്ത്യപ്പതിപ്പിൽ വന്ന ഹജ്ജ് യാത്രയിലെ ചതിക്കുഴികൾ എന്ന ഒരു ലേഖനം വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചത് ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. ഹജ്ജിന് പോവാൻ പ്രൈവറ്റ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് 3,70,000 രൂപ കൊടുത്ത് ഹജ്ജിന് വേണ്ടി തയ്യാറായ പലർക്കും ഈ വർഷം ഹജ്ജിന് പോവാൻ സാധിക്കാത്ത ഞെട്ടിക്കുന്ന വാർത്തകളാണ് ലേഖനത്തിലുടനീളം ഉള്ളത്. അതുപോലെ പല തട്ടിപ്പുകളിലും ഹാജിമാർ അകപ്പെട്ട വിവരവും ലേഖനത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മക്കയും മദീനയും ഒക്കെ സന്ദർശിക്കുവാനുള്ള ആഗ്രഹം ഇല്ലാത്ത സത്യവിശ്വാസികൾ വളരെ ദുർലഭമായിരിക്കും. പലരും ഉംറക്ക് പോയി അവരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ അവസരത്തിൽ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതാനും ചില നിർദ്ദേശങ്ങൾ നൽകാനാണ് ഈ വോയിസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് തട്ടിപ്പിൽ അകപ്പെട്ടതുപോലെ ഉംറ തട്ടിപ്പിലും അകപ്പെടാതിരിക്കാൻ ഈ വോയിസ് ഉപകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉംറക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ധാരാളം ഏജൻസികൾ കേരളത്തിലുണ്ട്. ഉംറ വിസ സ്റ്റാമ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പത്രങ്ങളിൽ മാസങ്ങളോളം ഉംറ പരസ്യം കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. മിക്ക മതസംഘടനകൾക്കും അവർ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും ഇന്ന് പല പേരുകളിലായി ഉംറ ഗ്രൂപ്പുകളുണ്ട്. പല സംഘടനാ നേതാക്കളും അവരുടെ സംഘടനയ്ക്ക് കീഴിലല്ലാതെ സ്വന്തമായി ആളുകളെ സംഘടിപ്പിച്ച് ഉംറക്ക് കൊണ്ടുപോകുന്നവരുമുണ്ട്. ധാരാളം ട്രാവൽ ഏജൻസികളും വ്യക്തികളും ഉംറ ഗ്രൂപ്പുകൾ നടത്തി വരുന്നു. ഉംറ യാത്രക്കാരിൽ നിന്നും പണം കൈപ്പറ്റി അവരെ വഞ്ചിക്കുന്ന സംഭവങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും മുൻ വർഷങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. യഥാസമയം ഉംറ വിസയും വിമാന ടിക്കറ്റും മക്കയിലും മദീനയിലും താമസ ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കുന്ന സമ്പന്നരായ വളണ്ടിയർമാരും അമീർമാരും നേതൃത്വം നൽകുന്ന ഉംറ ഗ്രൂപ്പുകളിൽ പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ആദ്യമായി ഉംറക്ക് പോകുന്ന അമീറിൻ്റെ കൂടെ ഒരിക്കലും ഉംറക്ക് പോവരുത്. സാധാരണയായി ഈ വർഷം മുഹറം മാസത്തിൽ തന്നെ ഉംറ വിസ സ്റ്റാമ്പിംഗ് തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം മുഹറം അവസാനത്തിലായിരുന്നു സ്റ്റാമ്പിംഗ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം സൗദി പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ഉംറക്ക്. ഒരിക്കൽ ഉംറ നിർവഹിച്ചവർക്ക് വീണ്ടും ഉംറക്ക് പോകണമെങ്കിൽ 2,000 റിയാൽ, ഇന്ത്യയുടെ 36,000 രൂപ അടക്കണമെന്ന പുതിയ നിയമം ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം മുതൽ ഈ നിയമം നടപ്പിലാക്കിയിരുന്നു. ഈ വർഷം ഇതുപോലെ എന്തെങ്കിലും പുതിയ നിയമം ഉണ്ടാക്കുമോ എന്നൊന്നും ആർക്കും അറിയുകയില്ല. ഉംറ ബുക്കിംഗ് സമയത്ത് സംഖ്യ കുറച്ച് പറഞ്ഞ് പോവാൻ നേരം സംഖ്യ കൂട്ടി വാങ്ങുകയും യാത്രാ തീയതി പല പ്രാവശ്യം മാറ്റുകയും ചെയ്ത അനുഭവം കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിൽ വെച്ച് യാത്രാ ദിവസം ബന്ധുക്കൾ ബഹളം വെച്ച കാരണത്താൽ പോലീസ് ഇടപെട്ട് ആളുകളെ പറഞ്ഞയച്ച സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബുക്കിംഗ് സമയത്ത് തന്നെ മൊത്ത സംഖ്യയും യാത്രാ തീയതിയും രേഖാമൂലം എഴുതി വാങ്ങുകയും പാസ്പോർട്ടിനും സംഖ്യക്കും റസീറ്റ് വാങ്ങുകയും ചെയ്യുന്നത്
വളരെ നല്ലതാണ്. ബുക്കിംഗ് സമയത്ത് യാത്ര ജിദ്ദയിലേക്ക് നേരിട്ട് പോകുന്ന വിമാനത്തിലാണെന്ന് പറയുകയും അവസാനം മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇറക്കി അവിടെ നിന്നും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം വേറെ വിമാനത്തിൽ ജിദ്ദയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ വാക്കേറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതിനാൽ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന വിവരം മുൻകൂട്ടി അറിയിക്കാൻ പറയണം. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും നേരിട്ട് ജിദ്ദയിലേക്ക് ഫ്ലൈറ്റില്ല. ഒമാൻ എയർ, ഇത്തിഹാദ്, എയർ അറേബ്യ മുതലായ ഫ്ലൈറ്റുകളിൽ ഷാർജയിലും അബുദാബിയിലും മസ്കത്തിലുമൊക്കെ ഇറക്കി അവിടെ നിന്നും ജിദ്ദയിലേക്ക് കൊണ്ടുപോകലാണ് പതിവ്. ഈ വർഷം മുതൽ കരിപ്പൂരിൽ നിന്ന് നേരിട്ട് ജിദ്ദയിലേക്ക് സർവീസ് തുടങ്ങും എന്ന് പറയപ്പെടുന്നു. ഓർഡറായിട്ടില്ല. സമ്പന്നരായ വളണ്ടിയർമാരും നേതാക്കളും സാദാത്തുക്കളും യാത്രയിലുടനീളം ഉണ്ടാവുമെന്ന് പരസ്യം ചെയ്ത് അവസാനം അവരാരുമില്ലാതെ മുമ്പ് വിദേശയാത്ര പോലും നടത്താത്ത ഒരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞയക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ആളെ കൊടുത്ത് പാസ്പോർട്ടും പൈസയും സ്വീകരിച്ച ആൾ പോവാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട്. മക്കയിലും മദീനയിലുമുള്ള താമസ ഭക്ഷണ യാത്രാ ക്രമീകരണങ്ങളിൽ നാട്ടിൽ നിന്നും പോരുന്ന സമയത്ത് അറിയിച്ചതിൽ മാറ്റം വന്നതിനാൽ പലപ്പോഴും ഉംറക്ക് വന്ന അവരുടെ ബന്ധുക്കളും ഏജൻസികളും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവാറുണ്ട്. സ്ത്രീ പള്ളി പ്രവേശനം, തന്നീമിൽ പോയി ഇഹ്റാം ചെയ്തുകൊണ്ടുള്ള ഉംറ, തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണെങ്കിൽ മദീനയിലേക്ക് പോകുമ്പോഴുള്ള വിദായിൻ്റെ തവാഫ്, ബദർ സന്ദർശനം, മദീനയിൽ അധിക ദിവസം താമസം തുടങ്ങിയ കാര്യങ്ങളിൽ സുന്നികളും മറ്റുള്ളവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ യാത്രക്ക് മുമ്പ് പറഞ്ഞുറച്ച് തീരുമാനിച്ചാൽ യാത്രാവേളയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാം. സ്ത്രീകളുടെ പാസ്പോർട്ടിൽ ആരെയാണ് മഹറമായി ചേർത്തതെന്നും പുരുഷന്മാരുടെ പാസ്പോർട്ടിൽ വേറെ ഏതെങ്കിലും സ്ത്രീയെ ചേർത്തിട്ടുണ്ടോ എന്നും യാത്രക്ക് മുമ്പ് തന്നെ അറിഞ്ഞാൽ എയർപോർട്ടിലുള്ള പരിശോധനകൾക്ക് എളുപ്പമാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര തന്നെ മുടങ്ങാനും സാധ്യതയുണ്ട്. ഉംറ യാത്രക്കായി പാസ്പോർട്ടും സംഖ്യയും ആരുടെ കയ്യിലാണോ കൊടുക്കുന്നത് യാത്രയിലുടനീളം അയാൾ ഉണ്ടാവണമെന്ന വ്യവസ്ഥ വെക്കുന്നത് നല്ലതാണ്. പല ബന്ധങ്ങളുടെയും പരസ്യങ്ങളിലൂടെയും ഏജൻസികളിലൂടെയും ആളുകളെ സ്വാധീനിച്ച് ഉംറക്ക് തയ്യാറാക്കി അവരിൽ നിന്നും പാസ്പോർട്ടും സംഖ്യയും വാങ്ങി കമ്മീഷൻ കൈപ്പറ്റിയ ശേഷം അവരെ ഏതെങ്കിലും ഉംറ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ചിലർക്കെങ്കിലുമുണ്ട്. ഇത്തരം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പാസ്പോർട്ടും സംഖ്യയും കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ വെച്ച് ആ ഓഫീസിൽ ആ രേഖകൾ പാസ്പോർട്ടും സംഖ്യയും കൊടുത്ത് അവരിൽ നിന്നും ഒരു കൃത്യമായ റസീറ്റ് എഴുതി വാങ്ങി സൂക്ഷിച്ചാൽ അത് പിന്നീടുള്ള നടപടിക്രമങ്ങൾക്ക് അത് ഉപകരിക്കും. ഇത്തരം കേസുകളിൽ പലപ്പോഴും കേസുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പൈസയും പാസ്പോർട്ടും കൊടുത്തതിന് തെളിവ് ആർക്കും കൊടുക്കാൻ സാധിക്കാറില്ല. ഏതെങ്കിലും ഒരു പരിചയക്കാരൻ വീട്ടിൽ വന്ന് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാസ്പോർട്ടും സംഖ്യയും ചോദിച്ചതായിരിക്കും, നമ്മളത് കൊടുത്തതായിരിക്കും. ഒരു രേഖ പോലും വാങ്ങി വെക്കാറില്ല. ഇതും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉംറയിൽ പ്രത്യേകിച്ച് വിഷമമില്ലാതെ തട്ടിപ്പുകളിൽ അകപ്പെടാതെ ഉംറ യാത്ര സാധ്യമാവുമെന്നാണ് ഈ വിനീതൻ്റെ അഭിപ്രായം. 26 വർഷങ്ങൾക്കിടയിൽ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർ എന്ന നിലക്കും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വളണ്ടിയർ ഉംറ ഗ്രൂപ്പ് എന്ന നിലക്കും നിരവധി തവണ മക്കയിലും മദീനയിലും ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന വളണ്ടിയറായും അമീറായും പോവാൻ ഈ വിനീതന് അവസരം ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ.
അതിൽ നിന്നുള്ള പാഠങ്ങളും അനുഭവങ്ങളും വെച്ചാണ് ഞാൻ മേൽ വിവരിച്ച കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സമയദൈർഘ്യം ഭയന്ന് കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല. ഇത് സംബന്ധമായി വല്ല സംശയങ്ങളുമുള്ളവർക്ക് 98 95 95 65 28 എന്ന വാട്സപ്പ് നമ്പറിലോ ഇതേ മൊബൈൽ നമ്പറിലോ ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെല്ലാം എനിക്കും കുടുംബത്തിനും വേണ്ടി ദ്വാരക്കണമെന്ന വസിയ്യത്തോടെ VTA റഹ്മാൻ മാസ്റ്റർ പാഴൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.